കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. മെയ് 12-ന് വോട്ടെടുപ്പ്, മെയ് 15-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. കർണാടകയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് തീയതികൾ ബിജെപി പ്രഖ്യാപിച്ചത് വിവാദത്തിൽ. ബിജെപിയുടെ IT സെൽ തലവൻ അമിത് മാൾവിയാണ് ട്വിറ്ററിലൂടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ ഓം പ്രകാശ് റാവത്ത് അറിയിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിനെ രക്ഷപ്പെടുത്താൻ സഹായിക്കാത്തതിന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പിന്നിൽ നിന്ന് ചതിച്ചെന്ന് മുൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ്. യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്ത IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരെ ചട്ടവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ജേക്കബ് ജോബ് പറഞ്ഞു. നിലവിൽ പത്തനംതിട്ട SP ആയ ജേക്കബ് ജോബ് സർവീസിൽ നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ അവശേഷിക്കെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. മെയ് 12-ന് വോട്ടെടുപ്പ്, മെയ് 15-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. കർണാടകയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കർണാടകയിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു, വിവരങ്ങൾ. പ്രിയ, 224 കർണാടക നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തും. അടുത്ത മാസം 17-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 24-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 27-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മെയ് 12-ന് വോട്ടെടുപ്പ് നടക്കും. 15-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. 15 അറിയിച്ചത്. എന്തായാലും 5 കോടിയിലേറെ വോട്ടർമാർ 690 കർണാടക തെരഞ്ഞെടുപ്പ് തീയതി മെയ് 12-ന് നടക്കും. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മുൻ റേഡിയോ ജോക്കി രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിനു പിന്നിൽ ക്വട്ടേഷൻ സംഘമെന്ന ആക്രമണത്തിൽ പരിക്കേറ്റ രാജേഷിന്റെ സുഹൃത്ത്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് മടവൂരിൽ രാജേഷ് കൊല്ലപ്പെട്ടത്. രാജേഷ് മുൻ റേഡിയോ ജോക്കിയാണ്. നിലവിൽ അല്ലാത്ത തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മുൻ റേഡിയോ ജോക്കി രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിനു പിന്നിൽ ക്വട്ടേഷൻ സംഘമെന്ന ആക്രമണത്തിൽ പരിക്കേറ്റ രാജേഷിന്റെ സുഹൃത്ത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സമ്പാദ്യത്തിൽ 45% അനധികൃതമാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 2016 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 1.5 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് വിജിലൻസ് കെ ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ബാബു സമ്പാദിച്ചതായി കണ്ടെത്തിയ സ്വത്തിൽ 45%ന്റെയും സ്രോതസ് വിശ്വസനീയമാം വിധം ബോധ്യപ്പെടുത്താൻ ബാബുവിന് കഴിഞ്ഞില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ബാബുവിൽ നിന്ന് വിജിലൻസ് പലതവണ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബാബുവിന്റെ വീട്ടിലും ബിനാമികളെന്ന് കരുതിയ ചില സുഹൃത്തുക്കളുടെ വീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. വിവിധ ബാങ്കുകളിലെ ബാബുവിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു. ഒപ്പം മക്കളുടെ പേരുള്ള ബാങ്ക് ലോക്കറുകളിൽ പരിശോധന നടത്തി. തൃപ്പൂണിത്തുറ SBI, വൈറ്റില പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ സ്വർണ്ണാഭരണങ്ങൾ അടക്കം കണ്ടെത്തി. മക്കളുടെ വിവാഹം വൻ ആർഭാടത്തോടെ നടത്തിയതിന്റെ അടക്കം സ്രോതസ് ബോധ്യപ്പെടുത്താൻ ബാബുവിന് കഴിഞ്ഞില്ല. അന്വേഷണത്തിന്റെ അന്തിമഘട്ടത്തിൽ ബാബുവിൽ നിന്ന് ഒരിക്കൽ കൂടി വിശദീകരണം തേടിയ ശേഷമാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. താൻ MLAയും മന്ത്രിയുമായിരുന്ന കാലത്ത് ലഭിച്ച യാത്രാബത്ത വരുമാന സ്രോതസ്സായി കണക്കാക്കണമെന്നായിരുന്നു ബാബുവിന്റെ ആവശ്യം. ഇത് ഭാഗികമായി അംഗീകരിച്ച ശേഷവും അനധികൃത സ്വത്ത് ബാബു സമ്പാദിച്ചതായി കണ്ടെത്തി. മകളുടെ വിവാഹ സമയത്ത് ലഭിച്ച സമ്മാനങ്ങളും ഭാര്യയുടെ വീട്ടുകാർ നൽകിയ സ്വത്തും വരുമാന സ്രോതസ്സായി കണക്കാക്കണമെന്ന ബാബുവിന്റെ ആവശ്യം അന്വേഷണ സംഘം തള്ളി. വിജിലൻസ് കൊച്ചി സ്പെഷ്യൽ യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. ബിനാമികളെന്ന് അന്വേഷണ സംഘം സംശയിച്ച മോഹനൻ, ബാബുറാം എന്നിവരെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദേശീയപാത വികസനത്തിൽ സർക്കാർ അലൈൻമെന്റ് മാറ്റില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. വികസന പ്രവർത്തനങ്ങൾക്ക് ചിലർ തടയിടാൻ ശ്രമിക്കുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു. മലപ്പുറം കുറ്റിപ്പുറം NH ബൈപ്പാസ് സ്ഥലമെടുപ്പിൽ അപാകതയെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പാതയ്ക്കായി വിഗ്രഹങ്ങളും ഖബർസ്ഥാനും ഉടക്കില്ല.
32 കുടുംബങ്ങളെ അർഹമായ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സർവകക്ഷി യോഗം വിളിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. മലപ്പുറം കുറ്റിപ്പുറം NH ബൈപ്പാസ് നിർമ്മാണത്തിലെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും KNA ഖാദറാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി ജി സുധാകരൻ സഭയിൽ വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കുന്നതിന് നിലവിൽ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, പള്ളിയും അമ്പലവും ഉൾപ്പെടെയുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. മറ്റൊന്ന്, 32 കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലവും. ഖബർസ്ഥാനും വിഗ്രഹവും പൊളിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. 8 കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ് പ്രതിഷേധമുള്ളത്. 2013 കേന്ദ്ര നഷ്ടപരിഹാര നിയമമനുസരിച്ചുള്ള ഉചിതമായ നഷ്ടപരിഹാരമാണ് നൽകുന്നതെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറോട് പറയാം, അവരുടെ പരാതി കേൾക്കുക. ബന്ധപ്പെട്ട MLA വിളിക്കാൻ പറയാം, PWD സെക്രട്ടറി അയക്കാം, NHയുടെ ആളും വരാം. അതൊരു ബിസിനസ് കോൺക്ലേവ് ആയിരിക്കണം. എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാം. വസ്തുതാപരമായ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ, ഗവൺമെന്റ് ഇടപെടത്തില്ല അതിനകത്ത്. സ്ഥലമേറ്റെടുക്കൽ വിജ്ഞാപനം സംബന്ധിച്ച് അവ്യക്തതയാണ് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ആധാരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കീഴാറ്റൂർ വിഷയത്തിലും സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തി രേഖപ്പെടുത്തിയ പ്രതിപക്ഷം വാക്കൌട്ട് നടത്താനും തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയങ്ങൾ പരിഗണിക്കാതെ ഇന്നും പാർലമെന്റിൽ ഒളിച്ചുകളി. പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇന്നും അവിശ്വാസ പ്രമേയം പാർലമെന്റിൽ ചർച്ച ചെയ്തില്ല. ഇന്നും സഭ പിരിച്ചുവിടുന്ന ഒരവസ്ഥ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? കേന്ദ്ര സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയങ്ങൾ പരിഗണിക്കാതെ ഇന്നും പാർലമെന്റിൽ ഒളിച്ചുകളി. പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം അസാധുവാക്കാൻ ഖാപ്പ് പഞ്ചായത്തുകൾക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. അങ്ങനെ ഇടപെട്ടാൽ ഖാപ്പ് പഞ്ചായത്തുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മിശ്രവിവാഹങ്ങളിൽ ഖാപ്പ് പഞ്ചായത്തുകൾ ഇടപെടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ശക്തിവാഹിനി എന്ന സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. പരസ്പരമുള്ള സമ്മതത്തോടുകൂടി നടത്തിയ വിവാഹം റദ്ദാക്കാൻ ആർക്കും അധികാരമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ഇടപെട്ടാൽ ഖാപ്പ് പഞ്ചായത്തുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കി സുപ്രീം കോടതി മാർഗരേഖയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദുരഭിമാന കൊല അടക്കമുള്ള ഖാപ്പ് പഞ്ചായത്തുകളുടെ കിരാത നടപടികളിൽ നേരത്തെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഖാപ്പ് പഞ്ചായത്തുകൾ ഇടപെട്ട് വിവാഹങ്ങൾ അസാധുവാക്കുന്ന നടപടി രാജ്യത്ത് പലയിടങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മിശ്രവിവാഹങ്ങളിൽ ഖാപ്പ് പഞ്ചായത്തുകൾ ഇടപെടുന്നത് നിയമവിരുദ്ധമാണെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വാദം കേൾക്കുന്നതിനിടയിൽ നിരീക്ഷിച്ചിരുന്നു. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ധർമ്മത്തിന്റെ സൂക്ഷിപ്പുകാരെ ആരും ചമയേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. ദമ്പതികൾക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ ഖാപ്പ് പഞ്ചായത്തുകൾക്ക് അധികാരമില്ലെന്നും നിയമം നടപ്പിലാക്കാൻ രാജ്യത്ത് കോടതിയുണ്ടെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബലം പ്രയോഗിച്ച് രാഖി കെട്ടിക്കാനുള്ള RSS ശ്രമത്തെ എതിർത്ത വിദ്യാർത്ഥിയെ കമ്പിവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. മതിലിൽ സ്വദേശിയും കൊല്ലം SN കോളേജിലെ 3ാം വർഷ പൊളിറ്റിക്സ് വിഭാഗം വിദ്യാർത്ഥിയുമായ അരുൺ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകും വഴിയാണ് അരുണിനെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമിച്ചത്. അരുണിനെ തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് രാഖി കെട്ടിക്കാൻ ശ്രമിച്ചു. ഇതിനെ എതിർത്തപ്പോൾ RSSനെ പുച്ഛമാണല്ലേ എന്ന് ആക്രോശിച്ച് കമ്പിവടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അരുൺ പറഞ്ഞു. കമ്പിവടിക്ക് അടിച്ച് മൂർച്ചവെള്ളം എന്തോ വെച്ച് മുട്ടിന് വെട്ടിയത്. മൂർച്ചവെള്ളം എന്തോ വെച്ചാൽ തിരിച്ചു വെച്ചുകൊണ്ട് വെട്ടിയതാണ്. കാല് നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം ഒരുപാട് അടിച്ചിട്ട് RSS പുച്ഛമാണോ എന്ന് ചോദിച്ചു. SFI പ്രവർത്തകനായ അരുണിനെ ആക്രമിച്ചവരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. കൊല്ലം മഞ്ചാലുമൂട് പോലീസ് RSS ക്രിമിനലുകൾക്കായി തെരച്ചിൽ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. +2 പുനഃപരീക്ഷ നടത്തില്ലെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. +2 ഫിസിക്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസ് ആക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അത് തന്നെ, വേറൊന്നും പറയാനില്ല. പോലീസ് പറഞ്ഞത് തന്നെയാണ്. അതിന് വ്യക്തമായിട്ട് പോലീസ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വേറെ ഉത്തരം പറയണം. പോലീസ് പറഞ്ഞ ഉത്തരം തന്നെ. ഞാനത് വേറെ ഉത്തരം പറയാം, ഞാനല്ല അന്വേഷിച്ചത്. തീർച്ചയായിട്ടും പോലീസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.
അതാണ് നമുക്ക് അറിയണം. അതുകൊണ്ട് ഇനി പരീക്ഷ നടത്തേണ്ട പ്രശ്നം അങ്ങനെ ചോദ്യം തന്നെ വരില്ലല്ലോ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക അച്ചടിയും വിതരണവും മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ആദ്യഘട്ടത്തിലെ 3 കോടിയിലധികം പുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചതായി KBPS അറിയിച്ചു. സമയബന്ധിതമായി പാഠപുസ്തകങ്ങളുടെ 3 വാല്യങ്ങളും അച്ചടി പൂർത്തിയാക്കുമെന്നും KBPS അറിയിച്ചു. 2018-19 അക്കാഡമിക് ഇയറിന്റെ വോളിയം 1 അച്ചടി വിതരണം പൂർത്തിയായിട്ടുണ്ട്. സ്കൂൾ ക്ലോസിംഗ് മുൻപ് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു. ടോട്ടൽ പ്രിൻ്റ് ഓർഡർ 5,66,60,000. അതിൽ 3,07,99,000 വോളിയം 1 പ്രിൻ്റ് ഓർഡർ. അതിൻ്റെ പ്രിൻറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയായിട്ടുണ്ട്. ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഓൺ ഡേറ്റ് 96% ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്സ് 100% ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയായിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് പുതുപ്പരിയാരത്തെ അശ്വതിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആലത്തൂർ SN കോളേജ് വിദ്യാർത്ഥിനിയാണ്. അധ്യാപകരുടെയും സഹപാഠികളുടെയും മാനസിക പീഡനത്തിൽ മനംനൊന്താണ് മരിക്കുന്നതെന്നെഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചു. പുതുപ്പരിയാരം കിഴക്കേപ്പാട്ടെ വീടിനകത്ത് അടുക്കളയിലാണ് അശ്വതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണികണ്ഠന്റെയും സുനിതയുടെയും മകളാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. രാവിലെ കോളേജിലേക്ക് പോയെങ്കിലും 11 മണിയോടെ അശ്വതി തിരിച്ചെത്തിയിരുന്നു. വൈകുന്നേരം അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കോളേജിൽ നിന്നുള്ള മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യുകയാണെന്ന് എഴുതിയ കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ചു. ഇതിൽ 2 അധ്യാപകരുടെയും 5 വിദ്യാർത്ഥികളുടെയും പേരുണ്ട്. ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് സ്കൂൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപിക പേര് 2 പേരും 5 വിദ്യാർത്ഥികളുടെ പേര് അതിൽ ഉണ്ട്. എന്നാൽ കോളേജിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. മാത്രമല്ല ഈ കുട്ടിയാന്ന് പറഞ്ഞാൽ കോളേജിൽ സൈലന്റ് ആണ്, പിന്നെ പഠിക്കാനും മിടിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ റിസൾട്ട് വന്ന് ഫസ്റ്റ് സെമ്മിന്റെ എല്ലാം പാസ്സായിട്ട്, അപ്പം നമ്മൾ വഴക്ക് പറയേണ്ട കാര്യമില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷക പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, പട്ടയ പ്രശ്നം പരിഹരിക്കുക, റബ്ബർ ഉത്തേജന പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും അവകാശ പത്രിക സമർപ്പണവും നടന്നു. നേതാക്കളായ കോലിയഗോഡ് കൃഷ്ണൻ നായർ, M വിജയകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കീഴാറ്റൂർ ബൈപ്പാസ് വിഷയത്തിൽ നിലപാട് വിശദീകരിക്കാൻ ജാഥകളുമായി CPIM. സമാധാനം, വികസനം എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂർ ജില്ലയിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാൻ CPIM തീരുമാനം. തെക്കൻ മേഖലാ ജാഥ ജെയിംസ് മാത്യുവും വടക്കൻ മേഖലാ ജാഥ KK രാഗേഷും നയിക്കും. അപ്പോൾ LDF ഗവൺമെന്റിനെതിരായിട്ട് വികാരമുണ്ടാക്കാൻ, അതിൽ സുതാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച CPMനെ അവമതിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ അപവാദ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ള പാർട്ടി നിലപാട് വിശദീകരിക്കാൻ 2 മേഖലാ ജാഥകൾ നടത്താൻ CPIM തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുദ്രാവാക്യം സമാധാനം, വികസനം എന്നതാണ്. ജനനേന്ദ്രിയം സ്വയം മുറിച്ചതല്ലെന്ന് ഗംഗേശാനന്ദ. 1ലധികം ആളുകൾ ചേർന്നാണ് മുറിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാകില്ല. മാധ്യമങ്ങളോട് തന്നെ പിന്നീട് വെളിപ്പെടുത്തുമെന്നും ഗംഗേശാനന്ദ കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 9 ജില്ലകളെ വരൾച്ചബാധിതമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനം. ആലപ്പുഴ, കണ്ണൂർ, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളെയാണ് വരൾച്ചബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ് തീരുമാനം. മഴയുടെ കുറവ്, ഉപരിതല ജലത്തിന്റെയും ഭൂഗർഭജലത്തിന്റെയും ലഭ്യത കുറവ്, ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റം മുതലായ കാര്യങ്ങൾ കണക്കിലെടുത്താണ് 9 ജില്ലകളെ വരൾച്ചാബാധിതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ, കണ്ണൂർ, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളെയാണ് വരൾച്ചാബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുക. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിന് സംസ്ഥാന റിലീഫ് കമ്മീഷണർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം നിർദ്ദേശം നൽകി.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വടക്ക് കിഴക്കൻ കാലവർഷത്തിൽ ഈ ജില്ലകളിൽ മഴയുടെ അളവിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. ഈ ജില്ലകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നിലവിൽ വരൾച്ചാ സാഹചര്യമില്ല. എന്നാൽ മലയോര മേഖലകളിലെ പ്രധാന ജലസ്രോതസ്സുകളായ നീർച്ചാലുകൾ വേനൽ കടക്കുമ്പോൾ വറ്റുകയും ശുദ്ധജലം കണ്ടെത്താൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഇടുക്കി ജില്ലയെ വരൾച്ചാബാധിതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. വരൾച്ചാബാധിത ജില്ലകളിൽ കുടിവെള്ള വിതരണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. ഇവിടങ്ങളിൽ ടാങ്കറുകൾ ഉപയോഗിച്ച് വാട്ടർ കിയോസ്കുകളിൽ വെള്ളമെത്തിക്കും. കുടിവെള്ളം എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുവദിച്ച പണം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും പണം ഉപയോഗിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2019 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വാർത്താമാധ്യമങ്ങളെ ചാക്കിലാക്കി BJP. മാധ്യമങ്ങളിൽ കൂടി വർഗീയ ധ്രുവീകരണം നടത്തുകയും ഹിന്ദുത്വ അജണ്ട വളർത്തുകയുമാണ് ചെയ്യുന്നത്. ഇതിനായി 5 കോടി മുതൽ 60 കോടി രൂപ വരെയാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ഓപ്പറേഷൻ 136 എന്ന പേരിൽ ചില മാധ്യമപ്രവർത്തകരാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. 4 വർഷത്തെ മോദി ഭരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയതോടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് കടുത്ത വെല്ലുവിളിയാണ്. ഇത് മറികടക്കുന്നത് ലക്ഷ്യം വെച്ചാണ് മാധ്യമങ്ങളിൽ കൂടി വർഗീയ ധ്രുവീകരണം നടത്തുകയും ഹിന്ദുത്വ അജണ്ട വളർത്തുകയും ചെയ്യാനുമുള്ള BJPയുടെ നീക്കം. ആദ്യപടിയായി 3 മാസം മൃദു ഹിന്ദുത്വം നിറഞ്ഞ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. പിന്നീട് മോഹൻ ഭാഗവത്, ഉമാഭാരതി, വിനയ് കത്യാർ എന്നിവരുടെ വർഗീയവാദങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനായി 5 കോടി മുതൽ 60 കോടി രൂപ വരെയാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ദൃശ്യ സമൂഹ മാധ്യമങ്ങൾ, പത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ 136 എന്ന പേരിൽ ചില മാധ്യമ പ്രവർത്തകരാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ പേര് മാധ്യമങ്ങളുടെ അപമാനിക്കുകയാണ് പതിവ്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ്, SP, BSP തുടങ്ങിയ പാർട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ പ്രവണത ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം തൂണായ മാധ്യമങ്ങളെ വിലയ്ക്കു വാങ്ങുകയാണ് BJP സർക്കാർ. അധികാര ദുർവിനിയോഗത്തിലൂടെ പണം സമ്പാദിക്കുകയും അത് മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ ഉപയോഗിക്കുകയുമാണ് BJP സർക്കാർ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സൗഹാർദ്ദപരമാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രായോഗിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരത്തെ പട്ടത്തെ ട്രാഫിക് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. ട്രാഫിക് പോലീസുകാർക്കെതിരെ സംസ്ഥാന വ്യാപകമായി വന്ന പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGPയാണ് പ്രായോഗിക പരിശീലനം നൽകാൻ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത്. വാഹന പരിശോധന നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് മാതൃകാപരമായിരിക്കണമെന്ന് P. പ്രകാശ് പറഞ്ഞു. അണ്ണാ ഹസാരെയുടെ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അണ്ണാ ഹസാരയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് 27 കർഷകരും ഇപ്പോൾ നിരാഹാരം കിടക്കുന്നുണ്ട്. ലോക്പാൽ രൂപീകരിക്കുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്രത്തിന്റെ ദൂതനായി എത്തിയ ഗിരീഷ് മഹാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഹസാരയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പരിശോധനയ്ക്കെത്തിയ ഡോക്ടർമാർ അറിയിച്ചു. അണ്ണാ ഹസാരയുടെ നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. ആരോഗ്യനില മോശമായി തുടരുമ്പോഴും മരണം വരെ നിരാഹാരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അണ്ണാ ഹസാരെ. കേന്ദ്രത്തിന്റെ നിർദ്ദേശാനുസരണം മഹാരാഷ്ട്ര ജലമന്ത്രി ഗിരീഷ് മഹാജൻ ദില്ലിയിൽ സമരപന്തലിലെത്തി അണ്ണാ ഹസാരെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോക്പാൽ രൂപീകരിക്കുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്രത്തിന്റെ ദൂതനായി എത്തിയ ഗിരീഷ് മഹാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അണ്ണാ ഹസാരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പകരം ജനപ്രതിനിധികളെ തിരികെ വിളിക്കാൻ ജനങ്ങൾക്ക് തന്നെ അനുമതി നൽകി. ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് അണ്ണാ ഹസാരെ ആവശ്യപ്പെട്ടു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കാൻ വേണ്ടി കർഷകരും ഇപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. അണ്ണാ ഹസാരയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് 27 കർഷകരാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത്. എന്നാൽ അണ്ണാ ഹസാരയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണ്. ശരീരഭാരം 3.5 കിലോ കുറഞ്ഞുവെന്നും രക്തസമ്മർദ്ദം വർദ്ധിച്ചുവെന്നും അതുകൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.